എല്ലാവർക്കും നമസ്കാരം. ഹിസ്റ്ററിയെ നമ്മുടെ ചരിത്രം ചരിത്രരചനയെ സംബന്ധിച്ചുള്ള ചില ആലോചനകളെ ആണ് നമ്മളിവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ചരിത്രം മുഖ്യധാരയും പ്രാന്തവൽക്കരിക്കപ്പെട്ടവരും എന്നുള്ളതാണ് ടൈറ്റിൽ. അപ്പോൾ നമുക്കറിയാം, ചരിത്രത്തെ സംബന്ധിച്ചുള്ള ആലോചനകൾ പല രീതികളിലാണ് നടക്കുന്നത്. പ്രധാനമായും ഹിസ്റ്ററി പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയിൽ പലർക്കും പരിചയമുള്ളതാണ് നമ്മളൊരു കൊളോണിയൽ പീരീഡോട് കൂടി ആരംഭിക്കുന്ന ഒരു ചരിത്രരചനയും പിന്നീട് അതിൽ വ്യത്യസ്ത രീതിയിൽ നിരവധി മാറ്റങ്ങളും പലതരത്തിലുള്ള ചോദ്യങ്ങളുമൊക്കെ ഉയർന്നു വരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ചരിത്രം ഏതൊരു വൈജ്ഞാനിക മേഖലയും പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വളർച്ചയുടെ ഘട്ടത്തിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പല തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു വൈജ്ഞാനിക മേഖല തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്ത്യയുടെയും കേരളത്തിൻ്റെയൊക്കെ ഒരു ചരിത്രത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു ചരിത്രരചന രീതിയോ അല്ലെങ്കിൽ ചരിത്രത്തിനുള്ള കാഴ്ചപ്പാടോ ഒന്നും തന്നെയില്ല. ആഗോളതലത്തിൽ തന്നെ നിലനിൽക്കുന്ന രചനാരീതികളുടെ പിന്തുടർന്നുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൈദ്ധാന്തിക വശങ്ങളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയും കേരളത്തിലെയും ചരിത്രത്തെക്കുറിച്ചൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഭൂതകാലത്തെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ചരിത്രരചനയുടെ ഒരു കാര്യം സൂചിപ്പിക്കുമ്പോൾ ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്തത് പ്രധാനമായിട്ടും സബാൾട്ടൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കൊളോണിയൽ ചിന്താ പദ്ധതി ആണ്. അതല്ലാതെ നമുക്ക് കാര്യമായ രീതിയിലുള്ള സംഭാവനകളൊന്നും തന്നെ ഇന്ത്യൻ സാഹചര്യത്തിൽ നിന്ന് രൂപപ്പെട്ട് വന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്തായാലും കേരളത്തിൻ്റെയും അല്ലെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തിൻ്റെയും ചില കാര്യങ്ങളെ മാഷുമായി പങ്കുവെക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു ചോദ്യോത്തരം എന്ന നിലയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്ത്യ ചരിത്ര രചനയിൽ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ മുൻപോട്ട് വെച്ചതും നിരവധി വിമർശനങ്ങൾ അന്നുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ചരിത്രരചനാ മാതൃകകളോടും ചോദിച്ചതുമായിട്ടുള്ളൊരു രചനാ പദ്ധതി എന്ന് പറഞ്ഞാൽ സബാൾട്ടൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഒരു സംഘം ആളുകളുടെ ചരിത്രകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ്. 1980 ശേഷം ആരംഭിക്കുന്ന അവർ അന്നുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ചരിത്ര ധാരണകളെ തിരുത്തി എഴുതാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ അവർ നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ പ്രത്യേക സാഹചര്യത്തിൽ ഒരു ജാതിയെ മുൻനിർത്തിയുള്ള ആലോചനകൾക്ക് മുൻതൂക്കം കൊടുക്കുന്നതുകൊണ്ട് ഇവരുടെ സബാൾട്ടൻ സ്റ്റഡീസ് കൂട്ടായ്മയിൽ നിന്ന് ഉയർന്നു വന്ന ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് പല ചർച്ചകളുണ്ടെങ്കിലും നമ്മൾ അന്ന് വരെ ഉള്ള അന്നുമല്ല ഇന്നും നമ്മൾ പാഠപുസ്തകങ്ങൾ അതേ രീതിക്കാണ് പഠിക്കുന്നത്. നവോത്ഥാന നായകന്മാരെന്നുള്ളൊരു പദം പ്രയോഗിക്കുകയും നവോത്ഥാനം എന്ന് പറഞ്ഞ സങ്കല്പത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ സബാൾട്ടൻ സ്റ്റഡീസ് അതിനെതിരായി ചില നിരീക്ഷണങ്ങൾ മുൻപോട്ട് വെക്കുന്നുണ്ട്. അവരൊരു കൊളോണിയൽ പദ്ധതിയുടെ ഭാഗം എന്ന നിലയിലാണ് അതിനെ മറികടക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ പഠിപ്പിക്കലുകളെയൊന്നും മറികടക്കാനായിട്ടൊന്നും ഇവർക്ക് സാധിച്ചിട്ടില്ല തുടങ്ങിയ വിമർശനങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ സബാൾട്ടൻ സ്റ്റഡീസ് ഉയർത്തുന്ന ഇത്തരം ചോദ്യങ്ങൾ എങ്ങനെയാണ് പ്രസക്തമായി മാറുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഒന്നാമത് ചോദിക്കുന്നത്. അതായത് സബാൾട്ടൻ സ്റ്റഡീസിൻ്റെ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് ഒരു ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങൾ നയിച്ച നേതാക്കളുടെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ അവരുടെ ഒരു കാഴ്ചപ്പാടുകളും എല്ലാം ഒരു കൊളോണിയൽ പരിധിക്കുള്ളിൽ തന്നെ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മതിൽക്കെട്ടിനുള്ളിൽ തന്നെ നിർത്തിക്കൊണ്ടുള്ള ആലോചനകളാണ് അവർ നടത്തിയെന്നുള്ളൊരു നിരീക്ഷണമുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ് മാഷിനോട് ചോദിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു അവസരം തന്ന ആർട്സ് കോളേജിലെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ സംഘാടകർക്ക്, പ്രത്യേകിച്ച് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രിയക്ക് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു കോൺവെർസേഷൻ വിനിലുമായിട്ട് നടത്താൻ സാധിക്കുന്നതിൽ സന്തോഷം. സോ താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം സബാൾട്ടൻ സ്റ്റഡീസ് ഏത് രീതിയിലാണ് ഈ ജാതിവിരുദ്ധ സമരങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ അതിനിടയിൽ അദ്ദേഹം ചോദിച്ച ഒരു കാര്യം, ഈ സാമൂഹ്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ച്
നവോത്ഥാനം എന്നൊരു പരികല്പന ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറയേണ്ടുന്ന ഒരു കാര്യം, ഒരുപക്ഷെ 1970-കളുടെ ആദ്യം തന്നെ ഈ നമ്മളിന്ന് കേരളത്തിലും പ്രത്യേകിച്ച് മലയാളം ചിന്താ പദ്ധതികളിൽ നവോത്ഥാനം എന്നുള്ളതൊരു വലിയ ആശയമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യം, നൽകപ്പെട്ട ഒരു പരികല്പനയായിട്ടാണ്, ഗിവണായിട്ടുള്ളൊരു കൺസെപ്റ്റായിട്ടാണ് അതിനെക്കുറിച്ച് കേരളത്തിലെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ അതിനൊരു രാഷ്ട്രീയ മാനം ഉള്ളതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ തലത്തിലൊരു നവോത്ഥാന സമിതി, അത് നമ്മളുടെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് അതുണ്ടായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശബരിമല സ്ത്രീകളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടാക്കി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അതിനകത്ത് നിന്ന് ചില ആളുകൾ രാജിവെച്ചു. ചില ആളുകൾ രാജിവെക്കുക എന്നുള്ളത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരെ കൊണ്ട് നവോത്ഥാനം എന്നല്ല ഒരു തരത്തിലുള്ള ഉത്ഥാനവും സാധ്യമല്ലാത്ത ആളുകളാണ്. സോ ബെറ്റർ ദേ ആർ ഗോൺ ഫോർ ഗുഡ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു വളരെ ലൈവായിട്ടുള്ളൊരു പശ്ചാത്തലം കേരളത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ പശ്ചാത്തലത്തിലുണ്ട് എന്ന് കാണിക്കാനാണ് ഞാൻ ഈ ഒരു ഉദാഹരണം പറഞ്ഞത്. എന്നാൽ അതേസമയം ഗിവണായിട്ട് കാണുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ബംഗാളിനെ സംബന്ധിച്ച്, കാരണം അതാണൊരു ഐക്കോണിക് കേസായിട്ട് മാറി ബംഗാൾ നവോത്ഥാനത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ. അത്തരം പഠനങ്ങളുമായിട്ടും ആ ഒരു ഹിസ്റ്റോറിയോഗ്രാഫി, ഒരു ചരിത്ര പരികല്പനകളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ ഏത് പുസ്തകം നോക്കിയാലും അത് കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ ശരിക്കും എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നി. ഞാൻ ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് MA ഹിസ്റ്ററിയൊക്കെ പഠിച്ചത്. അപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന 80-കളുടെ ആദ്യം വളരെ നല്ല രീതിയിൽ അന്ന് ആളുകൾ വായിച്ചിരുന്ന പല പുസ്തകങ്ങളും ബംഗാൾ റിനസൻസിനെ കുറിച്ചുള്ളത്. ആ പുസ്തകങ്ങൾ പലതും 70-കളുടെ അവസാനം 80-കളുടെ ആദ്യം പബ്ലിഷ് ചെയ്തതാണ്. അങ്ങനത്തെ ഒരു ലിറ്ററേച്ചർ നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു ഡിബേറ്റ് അന്നുണ്ടായിരുന്നു എന്നുള്ള ഒരു സൂചനയും നൽകാത്ത രീതിയിലാണ് ഇന്ന് ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളനിവൽകൃത സമൂഹത്തിൽ ഏത് തരത്തിലുള്ള സാമൂഹ്യ മാറ്റമാണ് ഉണ്ടായതെന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഇപ്പോൾ സുശോഭൻ ചന്ദ്ര സർക്കാരിനെ മാതിരിയുള്ള ആൾ, അതിന് മുൻപത്തെ തലമുറയിലെ ചരിത്രകാരന്മാർ ഈ സ്റ്റഡീസ് ഇൻ ബംഗാൾ റിനസൻസ് മാതിരിയുള്ള പുസ്തകങ്ങളും അതിനെ സംബന്ധിച്ച് പല തീസിസുകളുണ്ട്. അതൊരു വലിയ ഡിബേറ്റാണ് ബംഗാളിലെ ഇൻ്റലക്ച്വൽ ഫോർമേഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിലേക്കുള്ള നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇപ്പോൾ തപൻ റായ് ചൗധരി അടക്കമുള്ള ആളുകൾ, ആ ലിസ്റ്റ് വളരെ എക്സോസ്റ്റീവാണ്, ഇറ്റ്സ് റിയലി ബിഗ്. അപ്പം ഇങ്ങനത്തെ ഒരു ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഒരു സാഹചര്യം നിൽക്കുന്നുണ്ട്. സബാൾട്ടൻ സ്റ്റഡീസിലുള്ള ആളുകൾ, ഹിസ്റ്റോറിയൻസ്, ഈ റിനസൻസ് എന്നുള്ളൊരു പരികല്പന ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം ബംഗാളിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ ഹിസ്റ്ററി എഴുതിയിട്ടുള്ള അശോക് സെൻ, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം അൺഹാപ്പി കോൺഷ്യസ്നെസ്, ബങ്കിം ചന്ദ്രയെക്കുറിച്ചുള്ള സ്റ്റഡീസ്, അല്ലെങ്കിൽ ഈ സമീപകാലത്ത് സുദീപ്ത കവിരാജിനെ മാതിരി. ഇപ്പോൾ ഇത് പറയാൻ കാര്യം, ഇത് വളരെ ഒരു എന്താ പറയുക, വളരെ ഒരു നാരോ ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷനാണ്. അപ്പോൾ അതിൽ ആളുകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഓതേഴ്സിൻ്റെ ആർഗ്യുമെൻറ്റ്സിനെ കുറിച്ചുള്ളൊരു ബോധ്യം ഉണ്ടാവുകയുള്ളൂ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇങ്ങനത്തെ ഒരു വലിയ അന്വേഷണത്തിൻ്റെയും വിമർശനത്തിൻ്റെയും തലം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നു 70-കളുടെ ആദ്യം മുതൽ. അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ ബരുണ്ടി എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ്റെ ഒരു പഠനമാണ്. പുള്ളി ഒരു മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫിയുടെ രീതിയിൽ ഈ റിനസൻസ് ഉള്ള കൺസെപ്റ്റ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അത് ബംഗാളിൻ്റെ ഇക്കോണമിയിലുണ്ടാകുന്ന മാറ്റം, ഇങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സിനെ കണക്കിലെടുത്തുകൊണ്ട് കൾച്ചറലായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നൊരു ക്രിറ്റീക്ക് എന്ന് പറയുന്നത്, അതിന് മുൻപത്തെ തലമുറയിലെ ഹിസ്റ്റോറിയൻസ് ബംഗാൾ റിനസൻസ് എന്ന് പറഞ്ഞതിൻ്റെ
ആശയപരമായിട്ടുള്ള ലിമിറ്റ്സിനെ കാണിക്കുക ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഒരു ഡിബേറ്റ്. പിന്നീട് ഈ ഒരു ആശയം നേഷൻ സ്റ്റേറ്റിൻ്റെ രൂപീകരണവുമായിട്ട് കണക്ട് ചെയ്താണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് അതിനൊരു വലിയ ഒരു എന്താ പറയുക, ഒരു സാക്രോസാങ്ക്ട് എന്ന രീതിയിലുള്ള ഒരു ഐക്കോണിക് പൊസിഷൻ കൈവരുന്നത്. പിന്നീട് അതിന് മതപരമായിട്ടുള്ള ഒരുപാട് മാനങ്ങളുണ്ട്. വി ഓൾ നോ ദാറ്റ്. ഹിന്ദു റെനസാൻസ് എന്ന് പറയുന്ന ഒരു സാധനം ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി പിന്നെ എന്താ പറയുക, നമ്മൾ കമ്മ്യൂണൽ പോളിറ്റിക്സ് എന്ന് സാധാരണ ഹിസ്റ്റോറിയൻസ് ഉപയോഗിക്കുന്ന ഈ ഒരു വാക്ക് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം നാഷണലിസം തന്നെ ഹിന്ദു നാഷണലിസമായിട്ടാണ് വളർന്നു വരുന്നത്. അതുകൊണ്ടാണ് ഈ എന്താ പറയുക, നമ്മൾ ബങ്കിം ചന്ദ്രയുടെ ആ പുസ്തകത്തിൽ ഈ എന്താ പറയുക വന്ദേ മാതരം എന്നുള്ള ഗാനം ഒരു വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് നൂലാമാലകൾ അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ആക്ച്വലി നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ്റെ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് വെക്കാൻ ആഗ്രഹമുള്ളൊരു കാര്യം ഈ റിനസയൻസ് എന്നുള്ള കൺസെപ്റ്റിൻ്റെ ഒരു ലിമിറ്റിനെ കുറിച്ച് ബോധ്യമാവുക എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹിസ്റ്റോറിയോഗ്രാഫി കൺസെപ്റ്റായിട്ട് തന്നെയാണ് വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ സ്റ്റഡിയിലും വരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും ഇതിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള മാനമാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു ഗവൺമെൻറ്റിൻ്റെ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ ഒരു നവോത്ഥാന സമിതി ഉണ്ടാകുന്നു. അങ്ങനെ ഒരു സമിതി ഉണ്ടാക്കിയിട്ടല്ല ആക്ച്വലി നവോത്ഥാനം സംഭവിച്ചത്. എനിക്ക് തോന്നുന്നു ഇതിൽ ഹിസ്റ്ററി പഠിച്ച കുറച്ച് ആൾക്കാരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. അവർ ക്ലാസ് മുറികൾ പഠിക്കുന്ന ഇങ്ങനെ ആരും ഒരു വിദ്യാഭ്യാസ മന്ത്രിയോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയോ പറഞ്ഞിട്ട് നവോത്ഥാന സമിതി ഒന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. യു കാൺട്ട് ഹാവ് എ സോഷ്യൽ മൂവ്മെൻറ്റ് ലൈക്ക് ദാറ്റ്. ഇതൊരു ലാർജർ ഇൻ്റലക്ച്വൽ സോഷ്യൽ മൂവ്മെൻറ്റായിട്ട് സംഭവിച്ചൊരു കാര്യമാണ് എന്നുള്ളതാണ് ആദ്യം. അപ്പോൾ അത് ഈ സബാൾട്ടൻ സ്റ്റഡീസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അവരുടെ പഠനത്തിൽ പല എംപിരിക്കൽ എക്സാമ്പിൾസും ഈ ഏർലി ഫേസിൽ ബാംഗ്ല സൊസൈറ്റിയുടെ കോണ്ടെക്സ്റ്റിലായിരുന്നതിൻ്റെ പേരിൽ ഈ ബംഗാളി ഭദ്രലോക്സിൻ്റെ ഹിസ്റ്ററി അത് ഒരുപാട് സമയമെടുത്ത് പറയേണ്ട കാര്യമാണ്. പല രീതിയിലുള്ള എക്സ്പോസിഷനും വിധേയമാക്കിയുണ്ടായി. അതിനകത്തുനിന്ന് ഒരു കോളനൈസ്ഡ് പീപ്പിൾ അല്ലെങ്കിൽ കോളനൈസ്ഡ് ആൻഡ് കോളനൈസ്ഡ് എന്നുള്ള ഡ്യുവാലിറ്റി എന്നാണ് ആ ഒരു ഹിസ്റ്റോറിയോഗ്രാഫി ഉണ്ടാകുന്നത്. അതിൽ തന്നെയും അതൊരു അപ്പർ എഷലാണ്, അത് ടോപ്പ് ലെയറിലുള്ള ആളുകളെക്കുറിച്ചുള്ള ഒരു ആർഗ്യുമെൻ്റായിട്ട് മാറുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ അർത്ഥം ആദിവാസികളെക്കുറിച്ചോ പെസൻസിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല എന്നല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് സൈൻ പോസ്റ്റ് ചെയ്യാനുള്ളത് ഈ ഒരു കോംപ്ലക്സിറ്റിയാണ്. അതോടൊപ്പം തന്നെ ചേർന്ന് പോകുന്ന ഒരു കാര്യം ഹിസ്റ്ററി റൈറ്റിങ്ങിൻ്റെ പ്രശ്നമാണ് ആക്ച്വലി. ഇപ്പോൾ വിനലിലൂടെ നമ്മൾ കൊടുത്തിട്ടുള്ള വിഷയത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്, അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ എന്താണ് ചരിത്രരചനയും മെയിൻ സ്ട്രീം ആൻഡ് മാർജിനലൈസ്. ആക്ച്വലി ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അധികാരക്രമത്തിൻ്റെ ഭാഷയാണ് ശരിക്കും ചരിത്രം എന്ന് പറയുന്നത്. ഒരു അധികാരത്തിൻ്റെ പ്രയോഗത്തിൻ്റെയും അതിനെക്കുറിച്ചുള്ള ആലോചനയുടെയും അതിൽ നിന്ന് രൂപം കൊള്ളുന്ന ഡോമിനേഷൻ്റെയും ഒരു സംഗതിയാണ് ശരിക്കും ചരിത്രം. അതുകൊണ്ടാണ് ഒരു കൂട്ടർക്ക് ചരിത്രമില്ല എന്ന് പറയാം, മറ്റൊരു കൂട്ടർക്ക് ചരിത്രമുണ്ട് എന്ന് പറയാം. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു പിറ്റ്ഫോൾ എന്ന രീതിയിലുള്ള ഹിസ്റ്ററി റൈറ്റിംഗ് അല്ല, പക്ഷേ ഹിസ്റ്ററി റൈറ്റിങ്ങിൻ്റെ അത് അക്കാഡമിക് ഹിസ്റ്ററി ആയിക്കൊള്ളട്ടെ, പബ്ലിക് ഹിസ്റ്ററി ആയിക്കൊള്ളട്ടെ, അതിൻ്റെ ഒരു അധികാര ഘടന അത് മുന്നോട്ട് കൊണ്ടുവരുന്ന നോളജ്, ദ ഡൊമെയിൻ ഓഫ് നോളജ്, അതിൻ്റെ ഒരു അധികാരത്തിൻ്റെ പ്രശ്നമാണ് ഹിസ്റ്ററിയുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം ആര് എഴുതുന്നു, ഇപ്പോൾ ഏത് സാമൂഹ്യ വിഭാഗത്തിൽപ്പെട്ട ആൾ എഴുതുന്നു എന്നുള്ള പ്രശ്നമാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അയാളുടെ വേൾഡ് വ്യൂ, ആ വ്യക്തിയുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ നിർണ്ണയിക്കുന്നത് അവർ അംഗമായിരിക്കുന്നത് ഒരു സോഷ്യൽ വേൾഡ് എന്തായാലും അതിനെ ഇമ്പാക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു പവറിൻ്റെ ക്വസ്റ്റ്യൻ ഹിസ്റ്ററി റൈറ്റിങ്ങിൽ വളരെ സിഗ്നിഫിക്കൻ്റായി മാറും. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് നോട്ട്സ് ഈ ചോദ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സബാൾട്ടൻ സ്റ്റഡീസിനെ സംബന്ധിച്ചിടത്തോളം കോളനൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിലെ എന്താ പറയുക
സബൾട്ടൻ സോഷ്യൽ ഗ്രൂപ്പ്സിൽ പെടുന്ന ആളുകൾ. അത് കൾച്ചറലാവാം, ജെൻഡർ വൈസ് ആവാം, ക്ലാസ് ടേംസിലാവാം, ഇങ്ങനെ ഏത് ടേംസിലായാലും ഏത് രീതിയിലാണ് അവരുടെ സോഷ്യൽ വേൾഡ് രൂപപ്പെടുത്തുന്നത്, ആ സോഷ്യൽ വേൾഡിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു വേറൊരു തരത്തിൽ കോളനൈസ് സൊസൈറ്റിയിലാണ് അതിൻ്റെ സോഷ്യൽ ട്രാൻസ്ഫർമേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ റിനസൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത്. പക്ഷേ അത് സെൻട്രൽ ആയിട്ടുള്ളൊരു കൺസേൺ ആയിട്ട് അവർ മാറുന്നില്ല. അതിൻ്റെ അർത്ഥം ബംഗാളിൻ്റെ ഇൻ്റലക്ച്വൽ ഹിസ്റ്ററി അവർ പഠിക്കുന്നില്ല എന്നല്ല. ബംഗാളിനെ കുറിച്ച് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള ഹിസ്റ്ററി റൈറ്റിങ്ങിൻ്റെ പ്രയോക്താക്കളായി മാറിയിട്ടുള്ള സോഷ്യൽ സയൻറ്റിസ്റ്റും ഹിസ്റ്റോറിയൻസൊക്കെയും ഏർലി ഫേസിൽ കൂടുതലായിട്ടുള്ള റൈറ്റിങ്സ് വന്നത് ആ ഒരു പ്രദേശത്തെക്കുറിച്ച്. അത് മാത്രമല്ല, മറ്റു പല സ്ഥലങ്ങൾ ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളെക്കുറിച്ചുണ്ട്. അല്ലെങ്കിൽ പിന്നീട് ടെക്സ്ച്വൽ സ്റ്റഡീസ് വരുമ്പോഴും ഈ ഒരു ഇൻ്റലക്ച്വൽ വേൾഡിൽ നിന്നുള്ള ടെക്സ്റ്റുകളാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഐ ഡോണ്ട് ഇഫ് ഐ റെസ്പോണ്ട് ടു. വേറൊരു ചർച്ചയ്ക്കുള്ളൊരു വിഷയം എന്നല്ലേ ഞാൻ ആലോചിച്ചു. നമ്മുടെ ഈ പലപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സാഹിത്യം മാഷ് തന്നെ എഴുതിയിട്ടും സംസാരിച്ചിട്ടുമൊക്കെ ഉള്ളൊരു വിഷയം തന്നെയാണ് ഈ സബാൾട്ടൻ സ്റ്റഡീസും ദളിത് സ്റ്റഡീസും തമ്മിലുള്ളൊരു ഒരു മിക്സ് ചെയ്തിട്ടുള്ളൊരു അവിയൽ പരുവത്തിലാണ് നമ്മൾ പലപ്പോഴും മലയാളികളത് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പം ഈ ദളിത് സ്റ്റഡീസ് ഈ സബാൾട്ടൻ സ്റ്റഡീസിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അവർ ദളിത് വിഷയങ്ങൾ, ആദിവാസി വിഷയങ്ങളൊക്കെ ചെറിയ തോതിലൊക്കെ ചർച്ച ചെയ്യുന്നു. അവസാന ലക്കങ്ങളിലൊക്കെ വോളിയങ്ങളിലൊക്കെ ദളിത് എന്നുള്ളൊരു ടൈറ്റിലൊക്കെ നമ്മൾ കാണുന്നു. പിൽക്കാല അവരുടെ ചില പഠനങ്ങളിലും അവർ ഈ ജാതി എന്നുള്ളൊരു വിഷയത്തെയും ദളിത് എന്ന കൺസെപ്റ്റിനെയൊക്കെ അന്വേഷണ വിധേയമൊക്കെ ആക്കുന്നുണ്ട്. അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ പ്രത്യേകിച്ച് മാഷൊക്കെ മുൻപോട്ട് വെച്ചത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മാഷ് എഡിറ്ററായിരിക്കുന്ന ദളിത് സ്റ്റഡീസിൻ്റെ വോളിയങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സബാൾട്ടൻ സ്റ്റഡീസിലെ അവരുടെ ഒരു കളക്റ്റീവ് കൈകാര്യം ചെയ്തിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് ഒരു ദളിത് എന്ന് പറഞ്ഞൊരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ സബാൾട്ടൻ സ്റ്റഡീസും ദളിത് സ്റ്റഡീസും തമ്മിലുള്ളൊരു പ്രകടമായ വ്യത്യാസം എന്താണ് എന്നുള്ളതാണ്? താങ്ക് യു. അതിനകത്തൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പല രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ ഈ കൺസെപ്ച്വലായിട്ടുള്ള സംഗതികളിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ആ രീതിയിലുള്ളൊരു ഓറിയൻറ്റേഷനാണ് ഒരു ചരിത്ര സാമൂഹ്യശാസ്ത്ര ഗവേഷകൻ എന്ന നിലക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ അതേസമയം അതിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സബാൾട്ടൻ സ്റ്റഡീസിലെ ഈ ആ ഒരു രീതിയിലുള്ള ചരിത്ര രചനയുമായി പരിചയമുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ സാധിക്കുന്നൊരു കാര്യം കാർഷിക സമൂഹങ്ങളെക്കുറിച്ചുള്ള അവരുടെ റൈറ്റിങ്സ് നോക്കുക. അപ്പോൾ പെസൻറ്റ് എന്നുള്ളൊരു കാറ്റഗറി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആ പെസൻറ്റ് എന്നുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാസ്റ്റ് മാർക്കിംഗ് ഉള്ള ആളുകളാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഇന്ത്യയുടെ ഏത് പ്രദേശം എടുത്താലും കാർഷിക സമൂഹം ഭൂവുടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെടുമ്പോഴേക്കും ഭൂവുടമസ്ഥത ഉള്ളവരും ഇല്ലാത്തവരും എന്നുള്ള ഒരു ഡിവിഷൻ വരുന്നുണ്ട്. അതിൽ മിക്കവാറും ഭൂവുടമസ്ഥത ഇല്ലാത്ത ആളുകൾ ജാതി ശ്രേണിയിൽ താഴെ വരുന്നവരുമാണ്. അതിൽ പലതരത്തിലുള്ള തൊഴിൽ ശക്തിയുടെ മേൽ അധികാരപ്രയോഗത്തിന് വിധേയരായിട്ടുള്ള ആളുകളാണ്. അതിൻ്റെ അകത്ത് അൺഫ്രീ ലേബറിൻ്റെ വിവിധ എന്താ പറയുക സ്വതന്ത്രമല്ലാത്ത തൊഴിൽ ദായക്രമത്തിൻ്റെ വിവിധ മാനങ്ങളിൽപ്പെട്ട ആളുകളാണ്. വിവിധ മാനങ്ങൾ അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ്. അതിൽ പിന്നെ സൗത്ത് ഇന്ത്യയുടെ പല പ്രദേശങ്ങളും കേരളത്തിലടക്കം നിലനിന്ന മാതിരിയുള്ള സ്ലേവറി നിലനിന്ന സ്ഥലങ്ങളുണ്ട്. ബോണ്ടേജിൻ്റെ മറ്റ് ഫോംസ് നിലനിന്ന സ്ഥലങ്ങളുണ്ട്. ജജ്മാനി സിസ്റ്റം എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഗുജറാത്തിൽ നിലനിന്നിരുന്ന ഏകദേശം ഇതുമായിട്ട് താരതമ്യമുള്ള ഒരു സംവിധാനമാണ്. ഇന്ന് നമ്മൾ ആന്ധ്ര തെലുങ്കാന പ്രദേശത്ത് ഇതേമാതിരി ഡോമിനേഷനുണ്ട്. ഇപ്പോൾ ഈ കാവേരി ഡെൽറ്റ തമിഴ്നാട്ടിൽ അതിനെക്കുറിച്ച് വളരെ പ്രശസ്തമായ രീതിയിൽ നമ്മളുടെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നിര്യാതനായ സോഷ്യോളജിസ്റ്റ് പ്രൊഫസർ ആൻഡ്രേ ബെർട്ടിൽ പഠിച്ചിട്ടുണ്ട്.
കാസ്റ്റ് ക്ലാസ് ആൻഡ് പവർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ബീഹാറിനെ കുറിച്ചുള്ള സ്റ്റഡീസുണ്ട്. ഇപ്പം ഇന്ത്യയുടെ ഏത് പ്രദേശങ്ങളെടുത്താലും ഈ അൺഫ്രീ ലേബറിൻ്റെ വേരിയസ് വളരെ വ്യത്യസ്തതയുള്ള സാഹചര്യങ്ങൾ നിൽക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇപ്പോൾ പെസൻറ്റ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കർഷകർ എന്ന് നമ്മളത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കർഷകരായി മാറുന്നവർ ആരാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. അവരുടെ ഭൂ ഉടമസ്ഥതയുമായിട്ടുള്ള ബന്ധം എന്താണ്? അപ്പോൾ അതാണൊരു ചോദ്യം. ഈ പെസൻറ്റ് എന്നുള്ളത് ഒരു സബാൾട്ടൻ സ്റ്റഡീസിൻ്റെ ചില വേർഷൻസിലെങ്കിലും കാസ്റ്റ് മാർക്ക്ഡായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. അതേസമയം അഗ്രികൾച്ചർ ലേബറേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതെല്ലാം തന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ പിന്നെ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ജാതികളാണ്. അപ്പോൾ അവർ പലതരം കൺസ്ട്രെയിൻസിന് വിധേയരായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അൺടച്ചബിൾസ് ആയിട്ടുള്ള ഒരാളാണ്, എൻസ്ലേവ്ഡ് ആയിട്ടുള്ള ആളുകളാവും. അപ്പോൾ ഇങ്ങനത്തെ നിലനിൽക്കും. അപ്പം ഞാൻ പറഞ്ഞു തന്നൊരു കാര്യം, ഈ സബാൾട്ടൻ സ്റ്റഡീസ് പെസൻസിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഇൻറ്റേർണൽ മാർക്കിങ്ങിനെ കുറിച്ച്, കാസ്റ്റ് മാർക്കിങ്ങിനെ കുറിച്ച് കാര്യമായിട്ടുള്ളൊരു അവലോകനം അതിൻ്റെ ആദ്യ വോള്യൂംസ് നമ്മൾ കാണുന്നില്ല. ഇതാണ് പറഞ്ഞു വരുന്നത്. അപ്പം ഈ ഏകദേശം എനിക്ക് 2015 സമയത്ത് പാർത്ഥ ചാറ്റർജിയുടെ ഒരു ആർട്ടിക്കിളിൽ അദ്ദേഹം ഈ ആഫ്റ്റർ സബാൾട്ടൻ സ്റ്റഡീസ് അതിന് ശേഷം എന്താണ് ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഏർലി ഫേസിൽ സബാൾട്ടൻ സ്റ്റഡീസിൻ്റെ ഏർലി ഫേസിൽ ഈ കാസ്റ്റ് ക്വസ്റ്റ്യൻ ആ രീതിയിൽ ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ദളിത് ഇഷ്യൂസ് അതിനകത്ത് അങ്ങനെ വരാണ്ടിരുന്നത്. അതേസമയം ഇപ്പോൾ ഇതൊരു പിന്നെ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം. എലിമെൻ്ററി ആസ്പെക്ട്സ് ഓഫ് പെസൻസ് ഇൻസർജൻസി ഇൻ കൊളോണിയൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് രണജിത് ഗുഹയുടെ ഒരു പുസ്തകമുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ കാസ്റ്റിനെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് ഒബ്സർവേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സബാൾട്ടർണിറ്റിയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്? അത് റിലീജിയസ് ടേംസിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ വേറൊരു ആർട്ടിക്കിളുണ്ട്, ഈ രാഹു കേതു മിഥിനെ സംബന്ധിച്ചുള്ളൊരു സ്റ്റഡിയുണ്ട് രണജിത് ഗുഹയുടെ. അപ്പോൾ അതിനകത്ത് പറയുന്നൊരു കാര്യം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ആർക്കൈവ്സ് എന്ന് പറയുന്നത് റിലീജിയനാണെന്നൊരു ആർഗ്യുമെൻ്റ് വെച്ചിട്ടാണ് ആ ആർട്ടിക്കിൾ തുടങ്ങുന്നത്. കരിയർ ഓഫ് എൻ ആൻറ്റി ഗോഡ് ഇൻ ഹെവൻ ആൻഡ് എർത്ത് എന്നുള്ളതാണ് ആ ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ. അപ്പം റിലീജിയൻ, കാസ്റ്റ് ഇങ്ങനത്തെ സംഗതികളൊക്കെയും വളരെ രൂക്ഷമായി മാറുന്നത് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിലെ അടിത്തട്ടിലുള്ള ഏറ്റവും അടിയിലുള്ള ആൾക്കാരുടെ ജീവിതത്തിലാണ്. അപ്പോൾ ഇതിൽ സബാൾട്ടൻ സ്റ്റഡീസിൽ ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ ദർ ആർ ഓണറബിൾ എക്സെപ്ഷൻസ് വേർ പീപ്പിൾ റിയലി ടോക്ക്ഡ് അബൌട്ട് ഇറ്റ്. പക്ഷേ അതൊരു വലിയ ഒരു ഇൻ്റലക്ച്വൽ ക്വസ്റ്റ്യൻ ആണെങ്കിലും ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതായി കാണുന്നില്ല. അപ്പോൾ ദളിത് സ്റ്റഡീസിൽ വരുന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ സബാൾട്ടൻ സ്റ്റഡീസിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യപ്പെടാത്ത ഇത്തരം ഇഷ്യൂസാണ് അതിനകത്ത് വരുന്നത്. പക്ഷേ മെത്തഡോളജിക്കലായിട്ട് എനിക്ക് തോന്നുന്നില്ല വലിയ വ്യത്യാസമുണ്ടെന്ന്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ മേ ബി കംപ്ലീറ്റ്ലി റോങ്. അപ്പം ഈ പലപ്പോഴും നമ്മൾ ഇതേമാതിരിയുള്ള റാഡിക്കൽ ഹിസ്റ്ററീസ് വായിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് വന്ന ജനറേഷനിൽ പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇൻ്റലക്ച്വൽ ഫോർമേഷൻ്റെ ഒരു സ്റ്റേജിൽ ഈ സബാൾട്ടൻ സ്റ്റഡീസിൻ്റെ ഇൻഫ്ലുവൻസ് ക്വയറ്റ് സിഗ്നിഫിക്കൻറ്റ്, വളരെ പ്രധാനപ്പെട്ടൊരു സംഗതി. അത് കാരണം ഞാൻ പറഞ്ഞു പറഞ്ഞ മെത്തഡോളജിക്കലി നമ്മൾ അഡ്വാൻസ് ക്ലെയിം ചെയ്യുമ്പോൾ ഇതൊരു ഒരു കണക്ഷൻ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വരുന്നൊരു പ്രധാനപ്പെട്ട വ്യത്യാസം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചരിത്രം എഴുതുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ അധികാരക്രമത്തിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിനെക്കുറിച്ച് കുറേ കൂടെ എനിക്ക് അതിനൊരു ഗ്ലോബൽ നേച്ചറിനെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആദ്യം സബാൾട്ടൻ സ്റ്റഡീസും ചെയ്യുന്നത്. പക്ഷേ ഈ ദളിത് സ്റ്റഡീസ് ഇപ്പോൾ ഡോക്ടർ പിന്നൽ സൂചിപ്പിച്ച ദളിത് സ്റ്റഡീസിൻ്റെ പഠനങ്ങളാവുമ്പോഴേക്കും ഇപ്പോൾ റേഷ്യൽ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഈ റേഷ്യൽ ക്വസ്റ്റ്യൻസിനെയും കാസ്റ്റ് ക്വസ്റ്റ്യൻസിനെയും ഒരുതരം കമ്പാരിറ്റീവായിട്ട് താരതമ്യം ചെയ്യുന്ന ഒരു രീതിയിലേക്കുള്ള പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി വരുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം മറ്റുള്ളവർ ചെയ്യുന്നില്ല എന്നല്ല, ഈ സബാൾട്ടൻ സ്റ്റഡീസ് ഉള്ളവർ തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പം ജ്ഞാനേന്ദ്ര പാണ്ഡെയുടെ ഒരു പുസ്തകം
ആക്ച്വലി അദ്ദേഹം ഈ എന്താ പറയുക കമ്പാരിറ്റീവായിട്ട് ആഫ്രിക്കൻ അമേരിക്കൻസിൻ്റെ ഹിസ്റ്ററിയും സോഷ്യോളജിയും ഇന്ത്യയിലെ ദളിതരുടെ ഹിസ്റ്ററിയും സോഷ്യോളജിയും കൂടെ ചെയ്യുന്നതാണ് എ ഹിസ്റ്ററി ഓഫ് പ്രിജുഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം. സോ ദാറ്റ്സ് വാട്ട് ഹി ഹാസ് ഡൺ. അപ്പം ഞാനിവിടെ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദളിത് സ്റ്റഡീസിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു പോസിബിലിറ്റിയാണ്. ഒരു നാഷണൽ ഫ്രെയിംസ്, ഇപ്പോൾ സുമിത് സർക്കാർ ബിയോണ്ട് നാഷണൽ ഫ്രെയിംസ് പറയുന്ന മാതിരി ഇപ്പോൾ നാഷണലിസ്റ്റ് ഫ്രെയിംസിന് വെളിയിലുള്ള അന്വേഷണങ്ങൾ, അപ്പോൾ എവരിഡേ ഫോംസ് ഓഫ് വയലൻസിനെ കുറിച്ചോ എവരിഡേ ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച് പറയുക, ഇക്കോണമിയെ ഒരു വേറൊരു രീതിയിൽ കാണുക. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പല ആളുകളും വിചാരിക്കുന്നത് ഇപ്പം നമ്മളൊരു ഇപ്പോഴത്തെ കാലം ഈ ഒരു എന്താ പറയുക ഒരു ഹൈ ലെവൽ ടെക്നോളജിയുടെയോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അൻറ്റിൽ 2 years ago ഒരു പ്രത്യേക രീതിയിൽ കോർഡിനേറ്റ് ചെയ്യപ്പെട്ട ഒരു നിയോ ലിബറൽ ഇക്കോണമി, ഗ്ലോബൽ ഇക്കോണമിയിലാണ് നമ്മൾ ജീവിച്ചിരുന്നത്. ഇപ്പോൾ ആ നിയോ ലിബറൽ ഗ്ലോബൽ ഇക്കോണമി വളരെ വലിയ ഡിസ്റപ്ഷൻസിന് വിധേയമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വാട്ട് ഹാപ്പൻസ് ടു കാസ്റ്റ്, ഐ എം ടോക്കിംഗ് അബൌട്ട് വിതിൻ ഇന്ത്യ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ്, വാട്ട് ഹാപ്പൻസ് ടു റേസ് ഗ്ലോബലി, ഇങ്ങനത്തെ പല ഇഷ്യൂസും ഈ ദളിത് സ്റ്റഡീസ് എന്നുള്ള ഒരു വൈജ്ഞാനിക ശാഖയെ സംബന്ധിച്ചിടത്തോളം വളരെ സിഗ്നിഫിക്കൻ്റായ സംഗതിയാണ്. അപ്പം ഒരേ സമയം തന്നെ ഒരു ഹിസ്റ്റോറിക്കലി റൂട്ടഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഇനീക്വാളിറ്റീസിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുക, അതിനെ അനലൈസ് ചെയ്യുക, അതിൻ്റെ ടെക്സ്റ്റിലായിട്ടുള്ള സംഗതികളെക്കുറിച്ച് പഠിക്കുക. അതോടൊപ്പം തന്നെ ഇത്തരം ഇഷ്യൂസ്, ഈ ഞാൻ പറയുന്ന ഈ ക്യാപിറ്റലിൻ്റെ ഇഷ്യൂ. അപ്പോൾ ഇതിൽ കാസ്റ്റിൻ്റെ ഈ ഒരു ക്രിട്ടിക്ക് വരുന്നിടത്താണ് ഈ സബാൾട്ടൻ സ്റ്റഡീസ് എന്നുള്ള വ്യത്യാസം കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ അതിനർത്ഥം ഇപ്പോൾ സബാൾട്ടൻ സ്റ്റഡീസിലുള്ളവർ കാസ്റ്റിനെ കുറിച്ച് എഴുതിയിട്ടില്ല എന്നല്ല, ബട്ട് ഐ തിങ്ക് ഇറ്റ് വാസ് റിലേറ്റീവ്ലി ലെസ് because I know this quite well after my reading of this early writings of the scholars. അതിനകത്ത് ഉള്ള ഇഷ്യൂസ് മുഴുവൻ എടുക്കാൻ നമുക്ക് സമയമില്ല. കാര്യം വെച്ചാൽ ഇപ്പം കാസ്റ്റ് ആൻഡ് സബാൾട്ടൻ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ പാർത്ത് ചാറ്റർജിയുടെയുണ്ട്. അല്ല, അദ്ദേഹം പൊളിറ്റിക്സ് ഓഫ് ദ ഗവേൺഡ് എന്നുള്ള പുസ്തകത്തിൽ ഹി റോട്ട് അബൌട്ട് അംബേദ്കർ എക്സെട്ര. അപ്പോൾ അവിടെ വിടാം. ഐ എം നോട്ട് ഗിവിങ് എൻ ആൻസർ. ഇത് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് ശേഷവും ആളുകൾക്ക് ചിന്തിക്കാനുള്ള സാധ്യത എന്ന നിലക്കാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അതുപോലെ പക്ഷേ ഈ പോസ്റ്റ് കൊളോണിയൽ പഠനങ്ങൾ, സബാൾട്ടൻ സ്റ്റഡീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ആർക്കൈവ്സുകളെ ക്രിട്ടിക്കായിട്ട് വായിക്കണം എന്നൊരു കാര്യം പറയുന്നു. അതുപോലെ തന്നെ ഈ ആർക്കൈവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം ഉള്ളവരുടെ ആണ്. പ്രത്യേകിച്ച് ഗ്യാൻ പ്രകാശിൻ്റെയൊക്കെ പഠനങ്ങളെ സബാൾട്ടൻ സ്റ്റഡീസിലെ എല്ലാ ആളുകളും ഇത്തരത്തിലുള്ള ഒരു ആർക്കൈവ്സിനെ ക്രിട്ടിക്കായിട്ട് വായിക്കണമെന്നും അതോടൊപ്പം തന്നെ അതൊരു കൊളോണിയൽ പദ്ധതികൾ, പ്രത്യേകിച്ച് കൊളോണിയൽ പീരീഡിൽ ആർക്കൈവ്സ് ആണെങ്കിൽ അതൊരു കൊളോണിയൽ അധികാരം കയ്യിലുള്ള മനുഷ്യരുടെ എഴുത്തും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനെ വെച്ച് നമ്മളെങ്ങനെ ഈ കീഴാള ജനവിഭാഗത്തെക്കുറിച്ച് സംസാരിക്കുമെന്നൊരു ചോദ്യമൊക്കെ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ അൺആർക്കൈവ്ഡ് ഹിസ്റ്ററീസ് പോലുള്ള ഒരു രചനാരീതി സാധ്യമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ആർക്കൈവ്സും സാധ്യമാണെന്നൊക്കെ ഉള്ളൊരു ആലോചനയും കാണുന്നു. അപ്പം ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ദളിത് സ്റ്റഡീസിനെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേനും ദളിത് സ്റ്റഡീസിൻ്റെ പുതുതായി തുടങ്ങിയൊരു പഠന മുൻപ് പോലുള്ളതാണെങ്കിലും ഈ സമീപ സമയത്താണ് അതിൻ്റെ 2 വോള്യങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ കൊളോണിയൽ ആർക്കൈവ്സുകളെ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നെന്തെങ്കിലും ഒരു വാദം ദളിത് സ്റ്റഡീസിൽ പണ്ഡിതന്മാർ മുൻപോട്ട് വെക്കുന്നുണ്ടോ എന്നുള്ളത്. പിന്നീട് ഇവിടെ സൂചിപ്പിച്ച 2 പുസ്തകങ്ങൾ ദളിത് സ്റ്റഡീസ് വോളിയം 1 and 2 എന്ന് പറയുന്നത്, ആദ്യത്തേത് പബ്ലിഷ് ചെയ്തത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് ആണ് US, രണ്ടാമത്തത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പ്രസ് ന്യൂയോർക്കാണ് പബ്ലിഷ് ചെയ്തത്. പക്ഷേ അതിൻ്റെ 2ൻ്റെയും ഫസ്റ്റ് വൺ ഡ്യൂക്ക്, സോറി ആദ്യത്തെ ഡ്യൂക്കാണ്, രണ്ടാമത്തേതാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പ്രസ് ന്യൂയോർക്ക്. ഇതിൻ്റെ 2ൻ്റെയും ഇന്ത്യൻ എഡീഷൻ ഇറക്കിയിട്ടുള്ള പെർമനൻറ്റ് ബ്ലാക്കാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഈ സ്കോളേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകളൊക്കെ ഹിസ്റ്റോറിക്കൽ മെത്തഡോളജി ഈ പറഞ്ഞ മാതിരി ഫോളോ ചെയ്യുന്ന ആളുകളാണ്. ആ ഹിസ്റ്റോറിക്കൽ മെത്തഡോളജിയുടെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഇതേമാതിരി നമ്മളുടെ പഠനങ്ങൾ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് എന്താ പറയുക ആർക്കൈവ് എന്ന് പറയുന്ന ബ്രോഡ്ലി ആർക്കൈവ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇതിനകത്ത് ചോദിച്ച ഒരു പ്രധാന ചോദ്യം,
എങ്ങനെയാണ് ഈ ആർക്കൈവ്സ് രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ലിറ്ററസി ഇല്ലാത്തൊരു സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുമ്പോൾ എങ്ങനെ നമ്മളത് പഠിക്കുന്നു? അത് യഥാർത്ഥത്തിൽ സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളിൽ ഹിസ്റ്റോറിയൻസിൻ്റെ മാത്രം പ്രശ്നമല്ല. ഒരുപക്ഷെ ലിറ്റററി സ്കോളേഴ്സായിട്ട് ഇവിടെയുള്ള ആളുകൾക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. പലതരത്തിലുള്ള നാട്ടുവഴക്കങ്ങളെക്കുറിച്ച് പഠിക്കുന്നവരുണ്ടാവാം. അങ്ങനെ ഒരു എന്താ പറയുക, പോപ്പുലർ കോൺഷ്യസ്നെസ്സിനെ മനസ്സിലാക്കാൻ ഉള്ള ശ്രമം. അപ്പോൾ അതൊരു ആർക്കൈവിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇനി ഹിസ്റ്റോറിയൻസിൻ്റെ പ്രൈസ്ഡ് ക്യാച്ച് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ റിട്ടേൺ മെറ്റീരിയൽസാണ്. ആ റിട്ടേൺ മെറ്റീരിയൽസ് ഇപ്പോൾ പിന്നിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതൊരു സൈറ്റ് ഓഫ് പവറാണ് ആക്ച്വലി. ഇപ്പോൾ സാധാരണ നമ്മൾ ഹിസ്റ്ററി റിസർച്ചിൽ ഇപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം ആണ് നമ്മൾ ഈ സോഴ്സസ് സൈറ്റ് ചെയ്യുക എന്നുള്ളത്. ഗവൺമെൻറ് സോഴ്സസ് ആവട്ടെ, പ്രൈവറ്റ് ഇൻഡിവിജ്വൽ സോഴ്സസ് ആവട്ടെ, അല്ലെങ്കിൽ പ്രൈവറ്റ് പേപ്പേഴ്സ്, അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ തീസിസിൻ്റെയോ അല്ലെങ്കിൽ ഗവേഷണ പേപ്പറുകൾ നമ്മൾ എഴുതുമ്പോഴേക്കും ഓതൻറ്റിസിറ്റിക്ക് വേണ്ടിയിട്ടും ഫാക്ച്വലായിട്ടുള്ള വെറാസിറ്റി കാണിക്കാൻ വേണ്ടി നമ്മൾ സൈറ്റ് ചെയ്യുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ സൈറ്റേഷൻ, വാട്ട് ഡസ് ഇറ്റ് മീൻ ആക്ച്വലി? സൈറ്റേഷൻ എന്താണ്? അപ്പോൾ ഫുട് നോട്ട് എന്ന് പറയുന്നത് അത് ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ളൊരു ഐഡിയയാണ്. എന്താണ് ഫുട് നോട്ടിങ്, എന്തിനു വേണ്ടിയിട്ട് അത് ചെയ്യണമെന്നുള്ളത്. ഫുട് നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം തന്നെയുണ്ട്. സോ ഇറ്റ് ടോക്സ് അബൌട്ട് ഓൾ ദീസ് ദി നൈസിറ്റീസ് ഓഫ് ഡൂയിങ് ദിസ് റിയലി ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഓഫ് റീസെർച്ച്. അപ്പോൾ ഇവിടെ ഡോക്ടർ വിനയൽ ഉയർത്തിയിട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ ആർക്കൈവ്സിൻ്റെ പ്രൊഡക്ഷനെ കുറിച്ചുള്ള ഒരു കൺസേൺ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറ്റേതെങ്കിലും നോൺ ഗവൺമെൻറ്റൽ ആർക്കൈവൽ സോഴ്സസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതെന്ന് ആലോചിക്കുക എന്നുള്ളതാണ്. ഏത് സോഴ്സായാലും ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻ കറസ്പോണ്ടൻസ് ആവട്ടെ, കത്തുകളോ അല്ലെങ്കിൽ മിഷണറി ഓർഗനൈസേഷൻ്റെ ഡോക്യുമെൻറ്റ്സ്, എന്തായാലും എന്ത് സാഹചര്യത്തിലാണ് ഈ ഒരു മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് ഒരു കാര്യം ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് ഉപയോഗിച്ചിട്ടുള്ള ഭാഷ എന്താണ്, ഭാഷാ പ്രയോഗങ്ങൾ എന്തൊക്കെയാണ്, എന്ത് തരം വേർഡ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ആഡ്ജക്റ്റീവ്സ് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് മെറ്റഫേഴ്സ്, മറ്റ് ലാംഗ്വേജിൻ്റെ ട്രോപ്സ്. കാരണം ഒരു കാര്യം വിവരിക്കുമ്പോഴേക്കും ലാംഗ്വേജിൻ്റെ ട്രോപ്സ് അതിനകത്ത് വരുന്നുണ്ടല്ലോ വിവരണത്തിൽ. എന്തുകൊണ്ട് പ്രത്യേക രീതിയിലുള്ള ലിംഗ്വിസ്റ്റിക് കൺവെൻഷൻസ് ഫോളോ ചെയ്ത്, അല്ല ഡിസ്ക്രിപ്ഷൻ്റെ ഈ രീതി എന്താണ്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പം ഒരു ആർക്കൈവൽ മെറ്റീരിയലായിട്ട് നമ്മൾ വായിക്കുന്ന ഒരു ഫയൽ എന്ന് പറയുന്നത് അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആയാലും മലബാർ ഗവർണർ എഴുതിയാലും അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഓലകളിലുള്ളതായാലും ഇപ്പോൾ സ്ലേവ് ട്രാൻസാക്ഷൻ ഡോക്യുമെൻ്റ് ആയാലും ഇതിലെല്ലാം തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ചരിത്രം അധികാരത്തിൻ്റെ പ്രശ്നമായതിൻ്റെ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അധികാരത്തിൻ്റെ പ്രോഡക്ട്സാണ്. അതെല്ലാം ഈ ഡോക്യുമെൻറ്റ്സ് ഉള്ളിലുള്ള ഓരോ ഡിസ്ക്രിപ്ഷനും ആക്ച്വലി അധികാരത്തിൻ്റെ എന്താ പറയുക, ദേ മിലിറ്റേറ്റ് അഗൻസ്റ്റ് ഈച്ച് അതർ, പരസ്പരം മല്ലടിക്കുന്ന അധികാര രൂപങ്ങളാണ് ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. സോ വെൻ യു ഹാവ് ദിസ് പെർസ്പെക്റ്റീവ് ദെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് എ വെരി വെരി ഡിഫറെൻറ്റ് തിങ്. ഇത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും വളരെ വ്യത്യസ്തമായൊരു കാര്യമായിരിക്കും. വി ആർ നോട്ട് ജസ്റ്റ് ഓതൻറ്റിക്കേറ്റിംഗ് അവർ ആർഗ്യുമെൻറ്റ്. നമ്മുടെ ആർഗ്യുമെൻറ്റിന് ഓതൻറ്റിക്കേറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, ആ ടെക്സ്റ്റ് എങ്ങനെ രൂപപ്പെട്ടു എന്ന് നോക്കുകയാണ്. ഇത് എൻ്റെ ഞാനിവിടെ ഇരുന്ന് പെട്ടെന്ന് ആലോചിച്ചിട്ടുണ്ടായി കാര്യം എന്നെക്കാളും ഈ മേഖലയിൽ പഠിച്ചിട്ടുള്ള ആളുകൾ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എഗൻസ്റ്റ് ദി ആർക്കൈവൽ ഗ്രെയിൻ എന്ന് പറഞ്ഞിട്ട് ദർ ഇസ് എ ബുക്ക്, ആൻ സ്റ്റോളറുടെ ഒരു വളരെ പ്രശസ്തമായൊരു പുസ്തകമുണ്ട്. ഷീ ആക്ച്വലി ടോക്സ് അബൌട്ട് ഇറ്റ്. ആൻ സ്റ്റോളർ മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രണജിത് ഗുഹ ഹാസ് ഡൺ എക്സലൻ്റ്ലി പ്രോസ് ഓഫ് കൗണ്ടർ ഇൻസർജൻസി എന്നുള്ള ആർട്ടിക്കിൾ. ഹി ആക്ച്വലി ഷോസ് ഹൗ ടു അനലൈസ് ഇറ്റ്. എങ്ങനെയാണ് നമ്മളൊരു ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യേണ്ടത്, ഒരു ആർക്കൈവൽ മെറ്റീരിയൽ. അങ്ങനെ എത്ര ഉദാഹരണം വേണമെങ്കിലും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും.
ഇപ്പോൾ സബാൾട്ടൻ സ്റ്റഡീസ് 5 ചന്ദ്രാസ് ഡെത്ത് എന്നുള്ളത് ഒരു ആർക്കൈവൽ നറേറ്റീവിൻ്റെ ഉള്ളിൽ നിന്നാണ് ചന്ദ്ര എന്ന് പറയുന്ന ഒരു അൺടച്ചബിൾ ഗേൾ അവളുടെ പ്രഗ്നൻസി അലസിപ്പിക്കുന്നതും അവളുടെ മരണത്തിൽ കലാശിക്കുന്നതുമായിട്ടുള്ള ആ ഇവൻറ്റിന് ഒരു ഫെമിനിസ്റ്റ് രീതിയിൽ ഒരു ഹിസ്റ്റോറിയൻ റീഡ് ചെയ്യുന്നതിന് നല്ല ഉദാഹരണമാണ്. ഇറ്റ്സ് എ മേജർ ക്രിട്ടിക് ഓഫ് ദി പവർ സ്ട്രക്ചർ ദാറ്റ് എക്സിസ്റ്റഡ് ഈവൻ അമംഗ് ദി ബാംഗ്ല സ്പീക്കിംഗ് ദാലിത് കമ്മ്യൂണിറ്റീസ്. ഇപ്പോൾ ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം, ഈ ആർക്കൈവ് എന്നുള്ളത് ഇറ്റ് ഈസ് സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, അതൊരു അധികാര ബന്ധത്തിൻ്റെ ഒരു എന്താ പറയുക ഇറപ്ഷനാണ്. ഇറ്റ്സ് എ ഇറപ്ഷൻ ഓഫ് ദി പവർ സ്ട്രക്ചർ ഇൻ എ ടെക്സ്റ്റ്. ആർക്കൈവ്സിനെ നമ്മൾ ടെക്സ്റ്റായി കാണുകയാണ്. ഇത് മാത്രമല്ല, അതിൽ പലതരം ആർക്കൈവ്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം നമ്മളിവിടെ തൊട്ട് പുറകിൽ എന്താണ് സരസ്വതി വിജയം ടെക്സ്റ്റ് നമുക്കവിടെ വാങ്ങാൻ വേണ്ടി കിട്ടും. ആ സരസ്വതി വിജയം ഈസ് ഒരു ആൻറ്റി കാസ്റ്റ് ആർക്കൈവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അങ്ങനെ പലതും. അപ്പോൾ ഞാൻ ഐ ഇൻവൈറ്റ് യു ടു തിങ്ക് അബൌട്ട് ദിസ് പർട്ടിക്കുലർ തിങ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ആർക്കൈവിന് ഒരു സീരിയസ് ആയിട്ട്, അതുപോലെ പിന്നെ എന്താണ് ബിനലിപ്പോൾ അൺആർക്കൈവ്ഡ് ഹിസ്റ്ററീസ് പറഞ്ഞത്, അത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക അർത്ഥത്തിൽ സിഗ്നിഫിക്കൻസ് ഇല്ലാതായി മാറുന്ന തരത്തിൽ സിലക്ഷനിൽ സിഗ്നിഫിക്കൻസ് കിട്ടാത്ത, എന്നാൽ വളരെ സിഗ്നിഫിക്കൻ്റായിട്ട് പിന്നീട് മാറുകയും ചെയ്യാവുന്ന തരത്തിലുള്ള ടെക്സ്റ്റുകൾ. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾക്കൊരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററീസിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് സമയം കൂടുതൽ എടുക്കുന്നതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പക്ഷേ ഐ ജസ്റ്റ് ലീവ് ഇറ്റ് ഓപ്പൺ, നമ്മൾ കൂടുതൽ ചിന്തിക്കാനുള്ളൊരു അവസരം എന്ന നിലയിൽ. നമ്മൾ ഈ കാസ്റ്റിനെ കുറിച്ചുള്ളൊരു ആലോചന, അല്ലെങ്കിൽ ഇപ്പം സബാൾട്ടൻ സ്റ്റഡീസിൻ്റെ ആദ്യ വോളിയങ്ങളും അല്ലെങ്കിൽ പിന്നീട് വരുന്ന പഠനങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ അവരും മാഷൊക്കെ പറയുന്ന പോലെ മാർക്സിസ്റ്റ് രീതിയിലുള്ള പണ്ഡിതന്മാരൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിശാസ്ത്രത്തിലാണ് അവർ ചെയ്യുന്നതെങ്കിലും അന്ന് മാർക്സിസ്റ്റുകാരായിട്ടുള്ള ഇപ്പം പ്രത്യേകിച്ച് ഇർഫാൻ ഹബീബിനെ പോലുള്ള ആളുകളൊക്കെ വലിയ ലേഖനങ്ങൾ ഇതിനെതിരായിട്ട് എഴുതുന്നുണ്ട്. അപ്പം പിന്നീട് നമ്മൾ അതായത് കാസ്റ്റ് ഇത്തരത്തിലുള്ളൊരു മാർജിനലൈസ്ഡ് സെക്ഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അക്കാദമിക്സിനുള്ളിൽ സംസാരിക്കുമ്പോൾ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയന്മാർ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് രീതിയിൽ സോഷ്യൽ സയൻസിനെ സമീപിക്കുന്ന ആളുകളുടെ ഒരു വിമർശനം നമ്മൾ കാണും. പിന്നീട് നമ്മൾ ഈ സാഹചര്യത്തിലേക്ക് ഇന്നത്തെ ഒരു പ്രത്യേകിച്ച് 2014 ശേഷമുള്ള മോദി സർക്കാരിൻ്റെ വരവിന് ശേഷം ഉള്ള മൊത്തത്തിലുള്ളൊരു സൊസൈറ്റിയെ നമ്മൾ പരിശോധിക്കുമ്പോഴും ഇതേ ഒരു രീതിക്ക് തന്നെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. കാസ്റ്റിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പം മുഖ്യധാരാ ചരിത്രകാരന്മാരും പൊളിറ്റിക്കൽ പാർട്ടികളും എല്ലാവരും ഒരേപോലെ ദളിത് എന്നുള്ളൊരു വാക്കിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സങ്കല്പത്തിനെതിരായിട്ട് ഒരേ സ്വരത്തിൽ എതിർക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ത് എന്നുള്ളത് സൂചിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം മാർക്സിസ്റ്റ് രീതിയിൽ ഒരു ക്ലാസ് റിഡക്ഷനിസം ഓൾറെഡി ഉള്ള ഒരു സോഷ്യൽ തിയറി എന്നുള്ള രീതിയിൽ അവരതിനെ പ്രയോഗിക്കുമ്പോൾ ക്ലാസ് റിഡക്ഷനിസം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. എങ്കിലും അതിനപ്പുറമായി വേറെ എന്തെങ്കിലും ഒരു കാര്യം സൂചിപ്പിക്കാൻ സാധിക്കും. ഒരേ സമയം പൊളിറ്റിക്കൽ സിസ്റ്റത്തിനുള്ളിലും ഇത്തരത്തിലുള്ളൊരു കൺവെൻഷണൽ ഹിസ്റ്റോറിയന്മാർക്കിടയിലും കാസ്റ്റും ഈ മാർജിനലൈസ്ഡ് സെക്ഷനും ഒരു കുഴപ്പം പിടിച്ച, അല്ലെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ല എന്ന ഒരു ഐക്യത്തിനെ എങ്ങനെയാണ് കാണുന്നതെന്നുള്ളത്. താങ്ക് യു. അതെനിക്ക് തോന്നുന്ന ഒരു പ്രശ്നം നമ്മൾ ഐ എം നോട്ട് സംബഡി ഹൂ ഈസ് മൂവ്ഡ് ബൈ കോൺസ്പിറസി തിയറീസ്. അങ്ങനെ നമ്മളതിനെ വിനൽ അങ്ങനെ പറഞ്ഞതല്ല ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മളതിനെ കാണേണ്ടതില്ല. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ഹീ സ്പോക്ക് ലൈക്ക് ദാറ്റ്. അത് എൻ്റെ തന്നെ ഒരു ക്രിയേഷനാണ്. കാരണം കോൺസ്പിറസി തിയറി എന്നുള്ള വാക്ക് വിനൽ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത് ഒട്ടും ഒരു മോണോലിത്തിക് ആയ ഒരു സംഗതിയല്ല. വ്യത്യസ്തമായിട്ടുള്ള ചിന്താ പദ്ധതികൾ അതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സമയക്കുറവും പറഞ്ഞാൽ അതിൻ്റെ ഇതിലേക്ക് പോകുന്നില്ല. ചില കാര്യങ്ങൾ സൈൻ പോസ്റ്റ് ചെയ്യുന്നമാർ പറയുകയാണെങ്കിൽ, ഇപ്പോൾ AR ദേശായി പഠിച്ചിട്ടുള്ളത് 1940s അവസാനമാണ് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഒരു സോഷ്യോളജിസ്റ്റിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന രീതിയിൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണലിസ്റ്റ് എന്നുള്ള പുസ്തകം വരുന്നത്. അപ്പോൾ അത് തുടങ്ങി ഇങ്ങേ അറ്റത്ത് എത്തി നിൽക്കുന്ന പുസ്തകങ്ങൾ, ഇപ്പം JNUവിലെ ഹിസ്റ്റോറിയൻസ് മാർക്സിസ്റ്റ് രീതിയിൽ എഴുതിയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആദിത്യ മുഖർജി അടക്കമുള്ള ആളുകൾ എഴുതിയിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള വർക്ക്. അപ്പോൾ അതിനകത്ത് നോക്കുകയാണെങ്കിൽ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫിയുടെ വിവിധ ഷെയ്ഡുകൾ നമുക്കതിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും.
ഇപ്പോൾ വിനൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരുതരം ഇക്കണോമിക് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതും അത്ര വലിയൊരു കറൻസി ഇന്ന് അതിനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതേസമയം നമ്മൾ ഹിസ്റ്ററി അക്കാഡമിക് രീതിയിൽ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചിന്താ പദ്ധതിയുടെ ട്രാൻസ്ഫോർമേഷന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപകരിക്കാവുന്ന ഒരു സംഗതിയായിട്ട് വേണം കാണാം. പക്ഷേ എന്നാൽ അതേസമയം അതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കുക, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കാസ്റ്റിനെ അനലൈസ് ചെയ്യണം എന്നുള്ളതിൽ അല്ലെങ്കിൽ ഏത് രീതിയിൽ കാസ്റ്റിനെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് എനിക്ക് തോന്നുന്നു അത് സീരിയസ് ആയിട്ട് മാർക്സിസ്റ്റ് രീതിയിലുള്ള ചരിത്രം എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതി തന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഇഷ്യൂ അവിടെ കണ്ടിന്യൂ ചെയ്യും, ഹിസ്റ്റോറിയോഗ്രാഫിക്കലായിട്ടുള്ള ഇഷ്യൂ. അതേസമയം സോഷ്യോളജിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം കാസ്റ്റിനെ കുറിച്ച് എഴുതി കുളമാക്കിയിരിക്കുകയാണ്. ഇൻ ദ സെൻസ് ദാറ്റ് യു ഹാവ് ലോട്ട് മോർ വർക്ക്സ് ഓഫ് സോഷ്യോളജിസ്റ്റ് ദാൻ ഹിസ്റ്റോറിയൻസ് വെൻ ഇറ്റ് കംസ് ടു കാസ്റ്റ്. ഒരുപാട് വർക്കുകളുണ്ട്. പക്ഷേ ഈ ഒരു നമ്മൾ ലോങ് ഡ്യൂറി എന്ന രീതിയിൽ ഹിസ്റ്ററി ആലോചിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം. കാര്യം എനിക്ക് ഇപ്പോൾ വിനൽ പറഞ്ഞു ആ ഉദാഹരണത്തിൽ തന്നെ ഒരു രസകരമായിട്ടുള്ളൊരു പോയിൻ്റ് ഉള്ളത്. ഇപ്പോൾ ഇർഫാൻ ഹബീബിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വരും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഗ്രേറിയൻ സിസ്റ്റം ഓഫ് മുഗൾ ഇന്ത്യ എന്നുള്ള പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി അതിനകത്ത് കാസ്റ്റിനെ കുറിച്ച് ഒരുപാട് സംഗതികൾ പറയുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല ഇപ്പോൾ എൻസ്ലേവ്ഡ് ആയിട്ടുള്ള ആളുകളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നുന്ന സബാൾട്ടൻ സ്റ്റഡീസുമായിട്ടുള്ള ഒരു ആശയപരമായ സംഘർഷം എന്ന് പറയുന്നത് ഈ ക്ലാസ് എലിമെൻറ്റിനെ അവർ കുറയ്ക്കുന്നു എന്നുള്ളൊരു ക്രിറ്റിക്കാണ് പലരും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സുമിത് സർക്കാർ അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അവർ ടെക്സ്റ്റൽ അനാലിസിസിൻ്റെ പുറകെ പോയി. പിന്നെ ഇപ്പോൾ പാർട്ടി ചായ്വുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇർഫാൻ ഹബീബ് ഉദാഹരണത്തിന് അദ്ദേഹം ഞാൻ പറഞ്ഞില്ല ഈ അഗ്രേറിയൻ സിസ്റ്റംസിനെ കുറിച്ച് എഴുതുമ്പോഴേക്കും ആ പുസ്തകം ഇന്നും വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം തന്നെയാണ്. എനിക്ക് തോന്നുന്ന അഭിപ്രായ വ്യത്യാസം എന്നെ ഇന്ത്യൻ സൊസൈറ്റിയുടെ അഗ്രേറിയൻ ഹിസ്റ്ററി അഗ്രേറിയൻ ഹിസ്റ്ററി മാത്രമല്ല സൊസൈറ്റിയുടെ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ, ഓഫ് കോഴ്സ് നോർത്ത് ഇന്ത്യയെക്കുറിച്ചാണ് കൂടുതലായിട്ടുള്ള വിവരണങ്ങൾ. അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് തന്നെയാണ്, അത് സംശയമില്ല. എന്നാൽ ഈ സബാൾട്ടൻ സ്റ്റഡീസിൻ്റെ പലതരം പൊസിഷൻസുമായിട്ട് അദ്ദേഹത്തിന് എതിർപ്പുണ്ട്. കാരണം അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ വരുന്നത് മേ ബി എനിക്ക് തോന്നുന്ന വോളിയം 1 രണജിത് ഗുഹയുടെ ആർട്ടിക്കിളാണ്, ഒരു മാനിഫെസ്റ്റോ ഓഫ് സബാൾട്ടൻ സ്റ്റഡീസ്. ആക്ച്വലി അതിനകത്ത് ഈ എലീറ്റ് എന്താണ്, സബാൾട്ടൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് പോകുന്നതിനിടയിൽ ഈ കോളനി വിരുദ്ധ സമരങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് ഇപ്പോൾ മാർക്സിസ്റ്റ് രീതിയിലുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രീതിയിലുള്ള തൊഴിലാളികളുടെ മൊബിലൈസേഷനെ കുറിച്ചോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മൊബിലൈസേഷനെ കുറിച്ച് പറയുന്നിടത്ത് മാർക്സിസ്റ്റ് എലീറ്റിസം, അതായത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാര്യമല്ല ഞാനീ പറയുന്നത്. ഡോണ്ട് ഗെറ്റ് ഇറ്റ് കൺഫ്യൂസ് ലൈക്ക് ദാറ്റ്. ഐ എം ടോക്കിംഗ് അബൌട്ട് ദി പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ് വെൻ മോഡേൺ ഹിസ്റ്റോറിയൻസ് ആർ ലുക്കിംഗ് അറ്റ് ദി ആൻറ്റി കൊളോണിയൽ സ്ട്രഗിൾസ്. ദേ ടോക്ക് അബൌട്ട് ആക്ച്വലി ദ മാർക്സിസ്റ്റ് എലീറ്റിസം എന്നുള്ളൊരു കൺസെപ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഒരു വാൻഗാർഡ് പാർട്ടി എന്നുള്ളൊരു ഐഡിയ ഹിസ്റ്ററി റൈറ്റിങ്ങിലുണ്ട്. അതിനെയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ്, പൊളിറ്റിക്കൽ ഓവർടോൺസ് ഉള്ള ഇഷ്യൂസാണ് ഈ ഒരു സംഗതി. പിന്നെ എനിക്ക് തോന്നുന്നു ഡൽഹിയിലുള്ള ഐ നെവർ ടോട്ട് ഇൻ ഡൽഹി, ഐ നെവർ സ്റ്റഡീഡ് ഇൻ ഡൽഹി, സോ ഐ ഡു നോട്ട് നോ. ദർ ആർ ലോട്ട് ഓഫ് ഐ ഗെസ് പേഴ്സണാലിറ്റി ക്ലാഷസ്. Probably my friend Ramgi can talk more about that, but I'm not inviting him to say anything, I mean it is not fair to talk like that also. But എൻ്റെ ഒരു തോന്നൽ ഇതാണ്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്റോറിയൻസും JNU ഹിസ്റ്റോറിയൻസും തമ്മിലുള്ള പലതരം, because I also heard from some of these stalwart historians about this, from both camps I know, because I was not a Delhi person, so I happened to hear from them. ഇത്ര ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ അത് വളരെ എന്താ പറയുക മൈനറായിട്ടുള്ള ഇഷ്യൂസ് മാത്രം. ഇപ്പോൾ തിയററ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് പറയുന്നത് ഞാനീ പറഞ്ഞ മാതിരി വാൻഗാർഡിസത്തെ കുറിച്ചുള്ള ഡിഫറൻസ് ആൻഡ് ഓൾസോ ഓട്ടോണമി എന്നുള്ള ക്വസ്റ്റ്യൻ. ഇപ്പോൾ സബാൾട്ടൺ മൂവ്മെൻറ്റ്സിൻ്റെ ഓട്ടോണമിയാണ് മറ്റുള്ളവർ ചോദ്യം ചെയ്തിരുന്നത്. ഇത് ഓവർ റൊമാൻറ്റിസൈസിങ് ആണ് പിന്നെ പൊളിറ്റിക്കൽ സോഷ്യൽ മൊബിലൈസേഷൻ, ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് അതിനകത്ത്. വാട്ട് വാസ് അതിൻ്റെ അവസാനം എന്തായിരുന്നു? ഐ ഫോർഗോട്ട്. ഒരേപോലെ രാഷ്ട്രീയ പാർട്ടിക്കും
എല്ലാവരും ഒരേപോലെ തന്നെ ഇതിനെ സോ അതിനകത്ത് ഇത് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കേംബ്രിഡ്ജ് ഹിസ്റ്റോറിയൻസ് സംബന്ധിച്ചിടത്തോളം ഐ മീൻ സം ഓഫ് ദം ആർ റിയലി ഗുഡ് ഹിസ്റ്റോറിയൻസ്. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ഇന്ത്യ എനിക്ക് പലപ്പോഴും തമാശയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് ബീറ്റിംഗ് എ ഡെഡ് ഹോഴ്സ്, വി കീപ്പ് ഓൺ ഡൂയിങ് ദാറ്റ്. ഹൂവർ വി ആർ ഇൻ ഇന്ത്യ, മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ആയാലും സബാൾട്ടനിസ്റ്റ് ആയാലും മേ ബി ദളിത് ഹിസ്റ്റോറിയൻസ്, ഐ ഡോണ്ട് നോ ഇഫ് സംബഡി ഈസ് ഡൂയിങ് ദാറ്റ്. So we all beat this കേംബ്രിഡ്ജ് ഹിസ്റ്റോറിയൻസ്. പക്ഷേ ആ കേംബ്രിഡ്ജ് ഹിസ്റ്ററിയിലുള്ള ആളുകൾ വളരെ നല്ല ഒരുപാട് സ്റ്റഡീസ് ഇപ്പോൾ കാസ്റ്റിനെ കുറിച്ചൊക്കെ ചെയ്ത ആളുകളുണ്ട്. പീറ്റർ റോബുണ്ട്, പോളി ഒഹാൻലൻ, അല്ലെങ്കിൽ ഡേവിഡ് വാഷ്ബർഗ്. ഇവരുടെ ചില വർക്കുകളോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് വർക്ക് ദേ ഹാവ് ഡൺ. പ്രത്യേകിച്ച് മഹാത്മാ ഫൂലെയെക്കുറിച്ചുള്ള വർക്ക്, കേംബ്രിഡ്ജ് ഹിസ്റ്റോറിയൻസ് വർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യയിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാർട്ടിസൺ ലെവലിൽ ഇതിനെ കാണുമെന്നുള്ളിടത്താണ് പ്രശ്നം കിടക്കുന്നത്. ആക്ച്വലി ഇപ്പം നമ്മൾ ഇന്ത്യൻ സൊസൈറ്റിയിലെ കോൺട്രഡിക്ഷൻസിനെ കുറിച്ച് പഠിക്കാനാണ് ഒരു ഹിസ്റ്റോറിയൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ കാസ്റ്റിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാര്യം ദാറ്റ് വാസ് ദി നമ്പർ വൺ. ഒരിക്കൽ മെനി ഇയേഴ്സ് അഗോ, ദിസ് ഇസ് മൈ ലാസ്റ്റ് പോയിന്റ് ദെയർ, ഒരിക്കലും ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ പ്രൊഫസർ R.S. ശർമ്മ വന്നു. R.S. ശർമ്മ വന്നിട്ട് ഹി വാസ് ഗിവിങ് എ ടോക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹി സെഡ്, ഐ എം ജസ്റ്റ് കോട്ടിങ് ഹിം ഫ്രം മൈ മെമ്മറി, but this is the sum and substance of what he said. You look at Soviet Union and what has happened, everything crumpled, but you look at Brahmanism in India, what happens with it? It doesn't crumple at all. It is becoming powerful and powerful. And read it along with the opposition to this UGC, that new rule which UGC has introduced. So Sharma is correct there when he said that the Brahmanism, it's not a single Brahmin person he is referring to. ആ സിസ്റ്റത്തെക്കുറിച്ചാണ്, അല്ലാണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചല്ല പറയുന്നത്. That also I have to make clear. He himself was a Brahmin. When he said, look at the Brahmanism, what is happening? For thousands of years it is thriving. What about communism? Anyway, so these are the kind of stuff. ലാസ്റ്റത്തെ ഒരു ചോദ്യം നിലയിൽ ഈ നമ്മൾ സബാൾട്ടൻ സ്റ്റഡീസ് നോക്കുമ്പോൾ അവിടെ ഗ്രാംഷിയെ വളരെ കൃത്യമായി കാണുന്നു, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ചരിത്രരചനയിൽ മാർക്സ് തന്നെ കാണുന്നുണ്ട് എന്ന രീതിയിൽ നമ്മളൊരു ദളിത് സ്റ്റഡീസിന് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ തിയറിയുടെ അല്ലെങ്കിൽ ഒരു തിയറട്ടീഷ്യൻ്റെ ഒരു പിൻബലം അല്ലെങ്കിൽ കൂടുതലായിട്ട് അംബേദ്കറിനെ പ്രധാനമായിട്ടും വരുന്നുണ്ട്, അതിനപ്പുറമെന്നുള്ളതല്ല, അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സോഷ്യൽ തിയറി കാര്യമായ രീതിയിൽ പരിഗണിക്കുന്നുണ്ടോ ദളിത് സ്റ്റഡീസിൻ്റെ അകത്ത്? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇതിൽ ഈ ഇത്തരം പഠനങ്ങൾ ഏർപ്പെടുന്ന ആളുകൾ പലരും തന്നെയും വളരെ മൾട്ടിപ്പിളായിട്ടുള്ള സോഴ്സസ്, ഇൻ്റലക്ച്വൽ സോഴ്സസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ വിനൽ തന്നെ ഇവിടെ സൂചിപ്പിച്ച് അംബേദ്കറിൻ്റെ രചനകൾ എങ്ങനെയാണ്. ഇപ്പം ഉദാഹരണം ഞങ്ങൾ എഡിറ്റ് ചെയ്ത സെക്കൻഡ് വോളിയം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡിഗ്നിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് അത് റേസ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ എഡിറ്റോറിയൽ കളക്റ്റീവിലുള്ള ആളുകൾ ഡിസ്കസ് ചെയ്തൊരു പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു അംബേദ്കറൈറ്റ് രീതിയിൽ എങ്ങനെ ഹ്യൂമൻ ഡിഗ്നിറ്റിയെ കാണുന്നു എന്നുള്ളത്. ഐ ജസ്റ്റ് വാണ്ട് ടു ഓപ്പൺ ഇറ്റ് അപ്പ്. അതാണ് ഒരു കാര്യമായിട്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളത് ഏത് തരത്തിലുള്ള സാമൂഹ്യ ശാസ്ത്ര ചിന്താ പദ്ധതിയിലുള്ളതാണെങ്കിലും ഇപ്പം അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ അർത്ഥത്തിൽ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾക്കറിയാം ഈ റേസിനെതിരായിട്ടുള്ള ക്രിട്ടിക്കൽ റേസ് തിയറി, ഇപ്പോൾ ആണെങ്കിൽ ക്രിട്ടിക്കൽ കാസ്റ്റ് തിയറി എന്ന് പറഞ്ഞിട്ട് വളരെ സിഗ്നിഫിക്കൻ്റായ രീതിയിലുള്ള ഒരുപാട് റിസർച്ചുകൾ നടക്കുന്നുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോ ഹാഡ് ഓഫേർഡ് ഫെലോഷിപ്സ്. ഇപ്പോഴത്തെ നിലയ്ക്ക് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ അടച്ചുപൂട്ടാൻ വേണ്ടി പോവുകയാണ്. ഫണ്ട്സ് ഹാവ് ബീൻ കട്ട് അതുകൊണ്ട്. But otherwise there were very good initiatives, supporting scholars from India doing critical caste theory and all that. So that's actually a painful thing. In fact, in the last session, Professor Ramakrishnan himself talked about this tariff war which is happening. അത് അമേരിക്കയുടെ ഇഷ്യൂ ആണെങ്കിൽ പോലും ഇറ്റ് ഇസ് നോട്ട് സംതിങ് വിച്ച് ഇസ് കൺഫൈൻഡ് ടു ദാറ്റ്. ഇപ്പോൾ എന്താണ് ഈ UGC നിയമത്തിനെതിരായിട്ട് ഇവിടെയുള്ള വലതുപക്ഷ ആളുകൾ പറഞ്ഞ വോക്കിസം,
I don't know what is this wokeism. I don't like that word at all, although I know what it is. അത് ഇന്ത്യയിലേക്ക് വരികയാണ്. ആക്ച്വലി നമ്മളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ ട്രാൻസ്ഫർമേഷൻ്റെ ഒരു പ്രധാന ഇഷ്യൂ ആണ് ഈ ജാതിക്കെതിരായിട്ടും ക്ലാസ് ഒക്കെയുള്ള മൊബിലൈസേഷൻ എന്ന് പറയുന്നത്. അതിനെ ഒരു എന്താ പറയുക, ഡെനിഗ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ജീവൻ മരണ പോരാട്ടമാണ്. ഞാൻ പറഞ്ഞത് ഇവിടെ മാത്രമല്ല, ഇപ്പോൾ അമേരിക്കയിൽ ഞാൻ ഇടയ്ക്ക് ഇവരുടെ വെബ്സൈറ്റ് നോക്കാം, നാഷണൽ അസോസിയേഷൻ ഫോർ ദി അഡ്വാൻസ്മെൻറ്റ് ഓഫ് കളർഡ് പീപ്പിൾ. അത് അവിടുത്തെ ഒരു എന്താ പറയുക, ലിബറൽ റാഡിക്കലായിട്ടുള്ള ഒരു പിന്നെ ആൻറ്റി റേസ് ഗ്രൂപ്പിംഗ് ആണ് ആഫ്രിക്കൻ അമേരിക്കൻസിൻ്റെ. ദേ ടോക്ക് അബൌട്ട് എ ഗ്രേറ്റ് ഡീൽ ഓഫ് തിങ്സ്. അപ്പം ഇത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ദളിത് സ്റ്റഡീസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ സോഴ്സസ് എന്നുള്ള ഐഡിയാസിന് എടുക്കേണ്ടി വരും. ഉദാഹരണത്തിന്, ഫോർ വാണ്ട് ഓഫ് ടൈം ക്വിക്ക്ലി, ഇപ്പം ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിലവിലുണ്ടായിരുന്ന ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്റ്സിൻ്റെ ഹിസ്റ്ററി. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം അയ്യങ്കാളിയുടെ പ്രസ്ഥാനമുണ്ട്, പൊയ്കയിൽ യോഹനൻ്റെ പ്രസ്ഥാനമുണ്ട്, മലബാറിലും കൊച്ചിയിലും ഉണ്ടായിട്ടുള്ള പ്രസ്ഥാനം. ഇവരുടെയൊക്കെയും ഹിസ്റ്ററി എന്ന് പറയുന്ന പിന്നെ ഒരു തരത്തിലുള്ള റിസോഴ്സായി മാറുകയാണ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ നോളജ് ക്രിയേഷനുള്ള സോഴ്സായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം മഹാത്മാ ഫൂലെയുടെ മൂവ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ബംഗാളിലെ നാമശൂദ്ര മൂവ്മെൻറ്റിനെ കുറിച്ച്. ഇങ്ങനെ അത് കൊളോണിയൽ പീരീഡിൽ, പിന്നെ ഈ ഒരു ലാസ്റ്റ് 50-60 ഇയേഴ്സിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ആൻറ്റി കാസ്റ്റ് മൊബിലൈസേഷൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെയും ഹിസ്റ്ററി സിഗ്നിഫിക്കൻ. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് 1914 ശേഷമുള്ളത് 2014 ശേഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രത്യേക രീതിയിൽ ഈ RSSകാരടക്കമുള്ളവർ ഈ പോസ്റ്റ് കൊളോണിയൽ ലാംഗ്വേജിനെ കോർണർ ചെയ്ത് അവരെ റിസോഴ്സാക്കി മാറ്റുന്നുള്ളൊരു ശ്രമം വളരെ വലിയ തോതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ചില ആളുകൾ പ്രോഗ്രസീവ് പക്ഷത്തുനിന്നുള്ളവർ കാണുന്നത് പോസ്റ്റ് കൊളോണിയൽ തിങ്കിങ്ങിൽ കൺസ്ട്രക്ഷൻ്റെ ആർഗ്യുമെൻറ്റ്. നമുക്ക് വി ഡോണ്ട് ഹാവ് ടൈം ടു ഗോ ഇൻ ടു ദാറ്റ്. അതിനെ ഇപ്പോൾ ഏത് രീതിയിൽ കാണാൻ പറ്റും. ഇപ്പം കാസ്റ്റ് ആസ് ഇപ്പോൾ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശദമാക്കാൻ സമയമില്ലാത്തതിന് പേരിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ വേണ്ടിയുള്ളൂ. കാസ്റ്റ് ആസ് എ കൊളോണിയൽ കൺസ്ട്രക്റ്റ് ഇങ്ങനെയൊക്കെ ഉള്ളത് അത് വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ട് ആൾക്കാർ പറയുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പരികല്പനകൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഈ 2014 ശേഷം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോൺഷ്യസ് ആയിട്ട് ഹിന്ദു വലതുപക്ഷത്തിലുള്ള ആളുകൾ ഈ ആശയങ്ങൾ എടുക്കുകയും ഇവൻ ഡീകൊളോണിയാലിറ്റിയുടെ ആൾക്കാരായിട്ട് അവർ മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ദിസ് ഈസ് ദ ട്രാജഡി. അപ്പോൾ അങ്ങനെ ഒരുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇൻ്റലക്ച്വൽ പ്രൊഡക്ഷൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് ഇൻറ്റേർണലായിട്ടുള്ള ഈ പ്രോഗ്രസീവ് ഡിവിഷൻസിനെ കുറിച്ച് പറയുന്നതിനൊക്കെ ഉപരിയായിട്ട് അത് ഞാനൊരു ആക്ടിവിസത്തിൻ്റെ രീതിയിൽ ആലോചിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ലിബർട്ടേറിയൻ ആയിട്ടുള്ള ഐഡിയാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും ഫാഷിസ്റ്റ് ടെൻഡൻസിക്ക് എതിരായിട്ട് അക്കാഡമിക് നോളജ് പ്രൊഡക്ഷൻ ഉണ്ടാവുകയും അത് ആക്ച്വലി ദിസ് വിൽ സ്പിൽ ഓവർ ഇൻ ടു ദ സ്ട്രീറ്റ് ആസ് മൊബിലൈസേഷൻ, സോഷ്യൽ മൂവ്മെൻറ്റ്സ് ആൻഡ് സോ ഓൺ. ഇതാണ് ഇപ്പോഴത്തെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വി നീഡ് ടു റിയലി തിങ്ക് അബൌട്ട് ഇത്. പ്രൈം മിനിസ്റ്റർ ടോക്സ് അബൌട്ട് ലാസ്റ്റ് 1000 years ഓഫ് സ്ലേവറി. വി ഓൾ നോ ദാറ്റ് ഈസ് ഹംബഗ്, ദാറ്റ് ഈസ് നോൺ സെൻസ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ലേവറി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ എൻസ്ലേവ്ഡ് ആളുകൾ എന്ന് പറയുന്നത് who were all dominated by the upper caste. That was a slavery. But these guys would say that, look, Muslims have ruled and therefore that was a slavery, which is a completely erroneous kind of idea of history. There are a lot more things we need to really think about. So therefore, ഈ ഒരു നോളജിൻ്റെ ഇറപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഫെമിനിസ്റ്റ്, ദലിത് അങ്ങനെ പല പോയിൻ്റ് ഓഫ് വ്യൂയിലുള്ള സംഗതികൾ. So which is in fact showing the way. ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഡെഡ് എൻഡിലല്ല ഉള്ളത്. We do really create a new vistas of knowledge. എനിക്ക് തോന്നുന്നത് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നോളജ് പ്രൊഡക്ഷൻ്റെയും പൊളിറ്റിക്സ് ഓഫ് നോളജിൻ്റെയാണ്. ദാറ്റ് ഈസ് വേർ വി നീഡ് ടു ലുക്ക് അറ്റ്. ഈ ദളിത് സ്റ്റഡീസ് അങ്ങനെയുള്ളത് പറയുമ്പോഴേക്കും ഐ പേഴ്സണലി ബിലീവ് ദാറ്റ് ആസ് എ റിസർച്ചർ ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഓഫ് ദ പൊളിറ്റിക്സ് ഓഫ് നോളജ്. താങ്ക് യു. ഇനി ചോദിക്കാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് മോശം.
നല്ല സ്കോളാറ്റിക് ആയിട്ടുള്ള ഒരു ചോദ്യം, അതിനുള്ള ഉത്തരം എന്നുള്ള രീതിയിൽ വളരെ നല്ലൊരു സെഷനായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ കേരള ഹിസ്റ്റോറിയൻസ് പൊതുവേ ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു ചരിത്രത്തെയും അതിൻ്റെ വിഭവത്തെയും വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ശ്രീ നീലകണ്ഠ ശാസ്ത്രികൾ മുതൽ MGSൻ്റെ രചനകൾ, അതുപോലെ തന്നെ പിന്നീട് അതിനെ പിന്തുടർന്ന മുഖ്യധാരയിൽ വരുന്ന എഴുത്തുകാരൊക്കെ തന്നെ കേരളോൽപ്പത്തി എന്ന് പറയുന്ന ഒരു മിത്തിനെ ചരിത്രവൽക്കരിക്കാനും അതിനെ ബേസ് ചെയ്തിട്ട് ബ്രാഹ്മണ സെറ്റിൽമെൻറ്റിനെ ഉറപ്പിക്കാനും അതിൻ്റെ അധികാരത്തെ സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം എന്നുള്ള രീതിയിലാണ് ചരിത്രത്തെ, അക്കാദമിക് ലെവലുള്ള ചരിത്രത്തെ കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ചരിത്ര വീക്ഷണങ്ങൾ രൂപപ്പെട്ട് വരുന്നത് ദലിത് വൈജ്ഞാനികതയുടെ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ നമുക്ക് എട്ടാം നൂറ്റാണ്ട് വരെയുള്ള കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ നടക്കുന്ന പട്ടണം ഗവേഷണങ്ങളും അതുപോലെ തന്നെ കീഴടി, തമിഴകത്തെ കീഴടി പോലുള്ള പ്രദേശങ്ങളിൽ നടക്കുന്ന ഗവേഷണങ്ങളിൽ നിന്നൊക്കെ തന്നെ ഒരു പുതിയ ജ്ഞാന സമ്പ്രദായത്തെ തന്നെ വീണ്ടും ഇപ്പോൾ ബുദ്ധിസത്തിൻ്റെ ഒരു ചരിത്രത്തെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കീഴാളം എന്നത് യഥാർത്ഥത്തിൽ ഇവിടെ കീഴാളരാക്കപ്പെട്ട ജാതിപരമായിട്ട് ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന ജനങ്ങളുടെ അതിജീവനത്തിൻ്റെ ഒരു ചരിത്രത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ ഈ മുഖ്യധാരയിൽ സ്ഥാപിക്കുന്നത് ഈ കേരളോൽപ്പത്തി സങ്കല്പനത്തെ തന്നെയാണ്. അതാണ് വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ മറികടക്കാൻ പറ്റുക? അത് പ്രധാനപ്പെട്ട ചോദ്യമാണെങ്കിലും ഒരുപക്ഷെ എനിക്ക് അതിന് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇൻസ്ക്രിപ്ഷണൽ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഹിസ്റ്ററി ചെയ്യുന്ന ആളല്ല ഞാൻ. പക്ഷേ അത് ഞാൻ വായിക്കാറുണ്ട്. പക്ഷേ അത് പ്രൈമറി സോഴ്സ് വെച്ചിട്ടുള്ള ഹിസ്റ്ററി അല്ല, സെക്കൻഡറി സോഴ്സസ് പുസ്തകങ്ങൾ വായിച്ചിട്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ റെസ്പോൺസ്. ഇപ്പം കേരള ഹിസ്റ്റോറിയൻസ് ആയിട്ടുള്ള പലരും, ഇപ്പം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഹിസ്റ്റോറിയൻസ് പലരും ഇപ്പോൾ കേരളോൽപ്പത്തിയിൽ പറഞ്ഞ പല കാര്യങ്ങളും എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ഹിസ്റ്റോറിക്കലായിരിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഹിസ്റ്ററിയുടെ ഈ ഒരു നിലവിലിരിക്കുന്ന ഒരു സംവാദം രൂപപ്പെട്ടു വന്നത് നമ്മുടെ കേരളത്തിലെ മിഡ്ലാൻഡ്സിലെ അഗ്രേറിയൻ സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടും ആ മിഡ്ലാൻഡിലെ അധികാര രൂപങ്ങൾ, ആരാണ് ലാൻഡ് കൺട്രോൾ, ഭൂമിയുടെ മേലുള്ള അധികാരം സ്ഥാപിച്ചിരുന്നത് ആരൊക്കെയാണ്, ഇത്തരം സംഗതികളുമായി ബന്ധപ്പെട്ടാണ് അത് രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്നുള്ള മാറ്റം തീർച്ചയായിട്ടും നടക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടത് കുറേ കൂടി സീരിയസ് ആയിട്ടുള്ള സ്റ്റഡീസാണ്. എനിക്കറിയാം ചില ആളുകൾ, പ്രത്യേകിച്ച് ഈ പഴയ സ്ക്രിപ്റ്റൊക്കെ വായിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ആ രീതിയിലുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ടിപ്പോൾ. ഒരുപക്ഷെ അവരുടെയൊക്കെ പഠനങ്ങൾ വെളിച്ചത്ത് വരുമ്പോഴേക്കും ഈ നിലവിലിരിക്കുന്ന ഒരു അന്വേഷണ രീതിയിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാവാം. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഒരു ഗിവൺ സൊസൈറ്റിയുടെ നമ്മളെ സംബന്ധിച്ചുള്ളൊരു പഴയ കാലം എന്ന് പറയുന്നത് പാസ്റ്റ് ഇസ് എ ഫോറിൻ കൺട്രി എന്ന് പറഞ്ഞ മാതിരി അതൊരു വേറൊരു കാലമാണ്, വേറൊരു ലോകമാണ്. അന്നത്തെ നീതി ബന്ധങ്ങളോ നീതി ഇല്ലായ്മയോ ഒക്കെ വ്യത്യാസമാണ്. പക്ഷേ എങ്ങനെയാണ് ഒരു ഹിസ്റ്റോറിയൻ അതിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത്, ആ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് എന്താ പറയുക, ഹിസ്റ്റോറിക്കലായിട്ട് ആ പെർട്ടിക്കുലർ പീരീഡിനെ കുറിച്ച് അതിൻ്റെ അധികാര രൂപങ്ങളെക്കുറിച്ചുള്ളൊരു പഠനം ആയിട്ടാണ് രൂപപ്പെട്ട് വരേണ്ടത്. അതിൻ്റെ കാര്യം ഹിസ്റ്ററി ഇറ്റ് സെൽഫ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് പവർ എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ അതിൻ്റെ ഭാഷയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ വിശദമാക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനതിന് ടെക്നിക്കലായിട്ട് ക്വാളിഫൈഡ് അല്ല. പക്ഷേ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇത്തരം ഈ പഴയ സ്ക്രിപ്റ്റുകൾ വായിക്കുന്ന തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ സ്കോളർഷിപ്പിലുള്ള ആളല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ അതേസമയം ഇപ്പം ഈ പട്ടണം അങ്ങനെയുള്ള സംഗതികളെക്കുറിച്ച് പറഞ്ഞു, കീഴടി ഇങ്ങനെയുള്ള, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനിക്ക് പലപ്പോഴും ആളുകൾ പെട്ടെന്ന് തന്നെ നമ്മൾ കാണുന്ന സംഗതിയിൽ നിന്ന് ക്യാരിഡ് അവേ ആകുന്ന ഒരു രീതി വരുന്നുണ്ട്. പക്ഷേ ഈ ഐ എം ജസ്റ്റ് ലിമിറ്റിംഗ്, സോ ലീവ് ഇറ്റ് ദേർ, വി ക്യാൻ ഹാവ് എ കോൺവെർസേഷൻ.